കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു നിർത്തിയത് ഒരു ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഈ ഹലോ വേൾഡ് പ്രിന്റ് ചെയ്തപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പേര് വെച്ചിട്ട് പ്രിന്റ് ചെയ്തത് ഹലോ സഫ്വാൻ എന്ന്. അപ്പോൾ അത് പ്രിന്റ് ചെയ്തപ്പോൾ ഒരു ചെറിയ കാര്യം കൂടിയും നമ്മൾ പറയേണ്ടതുണ്ട് ഇതിൽ. ഉദാഹരണത്തിന് ഞാൻ ഇതിൻ്റെ കൂടെ ഹലോ സഫ്വാൻ ഗുഡ് മോർണിംഗ് ഇതും കൂടെ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ ഇതൊന്ന് റൺ ചെയ്യാൻ എങ്ങനെയാന്നുള്ള പ്രൊജക്ട് എങ്ങനെ ബിൽഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ എന്തായാലും മസ്റ്റ് ആയിട്ട് കാണുക. അപ്പോൾ ഞാൻ ഈ പ്രൊജക്ട് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാണ്. അപ്പോൾ ഞാൻ അവിടെ ബിൽഡ് പ്രൊജക്ട് എന്ന് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ തന്നെ ബിൽഡ് ചെയ്ത് വെച്ചുകൊണ്ട് നത്തിങ് ടു ബിൽഡ് ഫോർ മൈ ഫസ്റ്റ് പ്രോഗ്രാം എന്നാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഈ പ്രൊജക്റ്റ് ഒന്ന് റൺ ചെയ്യാണ്. അതിനായിട്ട് താഴെ റണ്ണാസ് ലോക്കൽ C++. ഓക്കെ. അപ്പോൾ ഈ പ്രോഗ്രാം റൺ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഈ ഹലോ സഫ്വാൻ ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഒരുമിച്ചാണ് വന്നിട്ടുള്ളത്. എനിക്ക് ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളത് സെക്കൻഡ് ലൈനിൽ വരണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പുതിയൊരു പ്രോപ്പർട്ടി നമ്മൾ പഠിക്കുകയാണ്, /n. എന്നിട്ട് നമ്മൾ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാണ്. ഈ പ്രോഗ്രാം സേവ് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്കൊരു മൈ ഫസ്റ്റ് പ്രോഗ്രാം .cന്റെ മുകളിലായിട്ട് ഒരു സ്റ്റാർ സിമ്പിൾ വന്നിട്ടുള്ളത് കാണാം. അതിനർത്ഥം നിങ്ങൾ പ്രോഗ്രാം സേവ് ചെയ്തിട്ടില്ല എന്നാണ്. അപ്പോൾ ഞാൻ ഇവിടെ Ctrl+S കൊടുക്കുമ്പോൾ ആ സ്റ്റാർ സിമ്പിൾ പോയിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം നിങ്ങളുടെ ഈ ഒരു പ്രോഗ്രാം സേവ് ആയി എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാം റൺ കൊടുക്കും. നിങ്ങൾ നേരത്തെ റൺ ചെയ്ത പ്രോഗ്രാം ആണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഫയലിൽ പോയി റണ്ണാസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ നിങ്ങൾക്ക് റണ്ണിന്റെ സിമ്പിൾ ക്ലിക്ക് ചെയ്തിട്ട് റൺ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഹലോ സഫ്വാൻ ഗുഡ് മോർണിംഗ്. ഈ ഗുഡ് മോർണിംഗ് എന്നുള്ളത് ഈ മാർജിനോട് അടുപ്പിക്കണമെങ്കിൽ ഹലോ സഫ്വാൻ ഉള്ള പോലെ അടുത്തോട്ട് കൊണ്ടുവരണമെങ്കിൽ ഈ /n അടുത്ത സ്പേസ് ഒഴിവാക്കിയാൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഹലോ സഫ്വാൻ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു ലൈൻ എന്ത് വന്നു, സെക്കൻഡ് ലൈനിൽ വന്നു ഗുഡ് മോർണിംഗ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും ഇവിടെ വേറെ വേണമെങ്കിൽ /n ഗുഡ് ആഫ്റ്റർനൂൺ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം ഹലോ സഫ്വാൻ ഗുഡ് മോർണിംഗ് ഗുഡ് ആഫ്റ്റർനൂൺ. ഇവിടെ എന്ത് ചെയ്തു, 3 വേർഡ്സും വേറെ വേറെ ലൈനിലായിട്ട് 3 ലൈനിലായിട്ട് ഇവിടെ വേർതിരിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രിന്റ്എഫിൽ നമ്മൾ എന്ത് ടൈപ്പ് ചെയ്യുന്നോ അത് ഇവിടെ കറക്റ്റ് ആയിട്ട് ഇവിടെ കൺസോളിൽ ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്താണ് ഈ പ്രിന്റ്എഫ് കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ മസ്റ്റ് ആയിട്ട് കാണുക. കാരണം ആ വീഡിയോയിലാണ് നമ്മൾ പ്രിന്റ്എഫ് അതുപോലെ തന്നെ കൺസോള് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് നമ്മൾ കാര്യം പറഞ്ഞിരുന്നു ഡാറ്റ ടൈപ്പുകളെ പറ്റി. അപ്പൊ ആ ഡാറ്റ ടൈപ്പിൽ ഇന്റ് അഥവാ %d, ആ ഇന്റ് %d വെച്ചിട്ടാണ് ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ഫയലിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ന്യൂ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് C പ്രൊജക്ട് എന്നുള്ള ക്ലിക്ക് ചെയ്യുക, C മാനേജർ ബിൽഡ്, നെക്സ്റ്റ്. പ്രൊജക്ട് നെയിം ഞാനിപ്പോൾ ആദ്യം ഇവിടെ കാണുന്നത് 2 നമ്പേഴ്സിന്റെ സമ്മാണ്. അപ്പോൾ സം ഓഫ് 2 നമ്പേഴ്സ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഇവിടെ നമുക്കിവിടെ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, നമ്മൾ ഇനിയും കുറെ പ്രോഗ്രാംസ് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച പ്രോഗ്രാം വീണ്ടും റിവിഷൻ ചെയ്യാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രോഗ്രാം ചെക്ക് ചെയ്തിട്ട് നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത്. സം ഓഫ് 2 നമ്പേഴ്സ്. അതുപോലെ തന്നെ അവിടെ താഴെ ഹലോ വേൾഡ് ANSYS പ്രൊജക്ട് എന്ന് ക്ലിക്ക് ചെയ്യാം, GWGCC ഫിനിഷ് കൊടുക്കാം. അത് നമ്മളുടെ സം ഓഫ് 2 നമ്പേഴ്സ് ഉള്ള ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലൊരു ചിലർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, ചിലപ്പോൾ ഈ ഫയല് അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ക്ലോസ് ആയി പോയാൽ തിരിച്ച് ഈ ഫയൽ ഇങ്ങനെ ഇങ്ങോട്ട് തന്നെ വരുത്തിക്കാം എന്നുള്ളതാണ്, റിട്ടേൺ ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ സം ഓഫ് 2 നമ്പറിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, അവിടെ താഴെ SRC എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഒരു .c ഫയല്, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ വീണ്ടും ഈ ഒരു സം ഓഫ് 2 നമ്പേഴ്സ് എന്നുള്ള .c ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ പ്രോഗ്രാം കംപ്ലീറ്റ് റിമൂവ് ചെയ്യാണ്. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ #include std ഗ്രേറ്റർ ദാൻ സിമ്പിളിൻ്റെ അകത്ത് std
io.h. ഇതെന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. include std io.h. ഇത് ഏത് പ്രോഗ്രാം നമ്മൾ ചെയ്യുമ്പോഴും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് include. അതുപോലെ തന്നെ int മെയിനും നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. int മെയിൻ void ഇനി curly bracket ഓപ്പൺ ചെയ്ത് അപ്പൊ നമ്മള് രണ്ട് സംഖ്യന്റെ സമ്മ് കാണാണ്, രണ്ട് വാല്യൂസിന്റെ സമ്മ് കാണാണ്. അപ്പൊ നമ്മൾ രണ്ട് വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യണം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്റ് എന്ന് പറഞ്ഞാൽ ഇന്റിജർ വാല്യൂസ് ആണ്, അതായത് പോയിന്റ് വരാത്ത സംഖ്യകൾ -1 2 3 4 5 6 എക്സെട്ര -4 അങ്ങനത്തെ സംഖ്യകളാണ് ഇന്റിജർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിനോട് ചേർന്നിട്ടുള്ള ഒരു കാര്യമാണ് പെർസെന്റേജ് ഡി. ഈ ഇൻറ്റും പെർസെന്റേജ് ഡിയും ഒരേ ആൾക്കാരാണ്, ഒരേ ടീമാണ്. അതെന്താ ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ് ഇന്റ് a is equal to 1, b is equal to 5, അതുപോലെ തന്നെ s, എന്നിട്ട് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യാം. ഈ s എന്തിനാ വെച്ചാല് എസിന്റെ അകത്തൂടെ a പ്ലസ് ബിനെ കൊടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാ ഈ 5 + 1 6 എന്നുള്ള സമ്മ് കിട്ടുക. s is equal to a പ്ലസ് ബി സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പ്രിന്റ് എഫ് എന്താന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പ്രിന്റ് എഫ് ഡബിൾ കോട്സിനകത്ത് ആൻസർ ഈസ് പെർസെന്റേജ് ഡി. ഇതാണ് ഞാൻ പറഞ്ഞത് പെർസെന്റേജ് ഡിയും ഇൻറ്റും ഒരു ടീമാണെന്ന്. അതായത് ഇവിടെ ഫ്ലോട്ട് ആണെന്ന് വിചാരിക്കുക ഉദാഹരണത്തിന്. അപ്പോൾ ഇവിടെ ഫ്ലോട്ട് ആണെങ്കിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, എഫ് കൊടുക്കണം. ഫ്ലോട്ട് എന്ന് പറഞ്ഞാൽ ഫ്ലോട്ടിംഗ് വാല്യൂ 0.2 1.5 1.6 അതൊക്കെ ഫ്ലോട്ടിംഗ് വാല്യൂസ് ആണ്. അപ്പൊ ഇവിടെ ഞാൻ ഇന്റിജറിലാണ് ഇത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് ഇവിടെ അതിന്റെ ടീമായിട്ടുള്ള പെർസെന്റേജ് ഡീനെയാണ് ഞാൻ അവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ അവിടെ സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യാണ്. അപ്പൊ ആൻസർ ഈസ് പെർസെന്റേജ് ഡി. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, ഈ ഡബിൾ കോഡ് അതിന് ശേഷം കോമ ഇട്ടിട്ട് എസിനെ കോൾ ചെയ്യുക. ഈ എസിനെ കോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ പ്രിന്റ് ചെയ്യുന്നത്. എസ് ഈസ് ഈക്വൽ ടു a പ്ലസ് ബി എന്നുള്ള ആളെയാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഈ പ്രൊജക്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാണ്. അതിനായിട്ട് സം ഓഫ് 2 നമ്പേഴ്സ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ബിൽഡ് പ്രൊജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ പ്രൊജക്റ്റ് ബിൽഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാണ്. അതിനായിട്ട് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക ഫയലിന്റെ മുകളിൽ, എന്നിട്ട് റൺ ആസ് ലോക്കൽ C++ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാം ആൻസർ ഈസ് 6. 5 + 1 ഈസ് ഈക്വൽ ടു 6. ആൻസർ ഈസ് 6. ഇനിയിപ്പോൾ നമ്മുടെ ജസ്റ്റ് a ഈസ് ഈക്വൽ ടു 1 എന്നുള്ളതിന് പകരം ഞാനിവിടെ 8 ആക്കുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം, ആൻസർ ചെക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആൻസർ 13 എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ രണ്ട് വാല്യൂസിന്റെ സമ്മ് കണ്ടു. അപ്പൊ ഞാൻ ഇവിടെ നേരത്തെ പറഞ്ഞു സ്കാൻഎഫ് എന്നുള്ള കാര്യം, സ്കാൻഎഫ് എന്നുള്ള ഒരു ഫംഗ്ഷനെ പറ്റിയിട്ട്. അതെങ്ങനെ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഇവിടെ ഇപ്പോൾ ആസ് എ ഡെവലപ്പർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ ഇവിടെ രണ്ട് നമ്പേഴ്സിനെ ഡിക്ലെയർ ചെയ്തിട്ടാണ് ഇവിടെ സമ്മ് കാണിക്കുന്നത് താഴെ കൺസോളിൽ. അപ്പൊ അതിന് പകരം യൂസറിന്റെ കയ്യിൽ നിന്ന്, ഇപ്പോൾ ഉദാഹരണം പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളൊരു കാൽക്കുലേറ്ററിൽ എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങളാണ് വാല്യൂസ് തീരുമാനിക്കുന്നത്. 5 + 10 6 + 10 നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസിന്റെ ആൻസർ ആണ് അവിടെ കാണിക്കുന്നത്. അതപ്പോ അതുപോലെ നമ്മൾ ഈ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന വാല്യൂസിന്റെ സമ്മ ഇങ്ങനെ നമുക്ക് പ്രിന്റ് ചെയ്യാന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഈ ഒരു ഇന്റ് a is equal to 8 എന്നുള്ള ഒഴിവാക്കുക, b is equal to 5 എന്നുള്ള ഒഴിവാക്കുക. ഈ 3 വേരിയബിൾ ആണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. s is equal to a plus b എന്നുള്ളത് തൽക്കാലം ഒഴിവാക്കുക, എന്താന്ന് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ ഈ 3 വേരിയബിളിനെ ഡിക്ലെയർ ചെയ്താൽ പ്രിന്റ് എഫിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രിന്റ് ചെയ്യണം. എന്ത് പ്രിന്റ് ചെയ്യണം, എൻ്റർ 2 നമ്പേഴ്സ്. ഇതിന് നമുക്ക് പല രൂപത്തിലും പ്രിന്റ് ചെയ്യാം കേട്ടോ. അതായത് ആദ്യം എൻ്റർ വാല്യൂ ഓഫ് എ, എൻ്റർ വാല്യൂ ഓഫ് ബി, എന്നിട്ട് പ്രിന്റ് കൊടുക്കാം. അതല്ലാതെ സിംഗിൾ ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ നിങ്ങൾ പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, എൻ്റർ 2 നമ്പേഴ്സ്. 2 നമ്പർ എൻ്റർ ചെയ്യാൻ ഞാൻ എന്ത് ചെയ്തു, യൂസറോട് പറഞ്ഞു. ഈ സ്ക്രീനിൽ ഇവിടെ കാണിക്കും എൻ്റർ 2 നമ്പേഴ്സ് എന്നുള്ളത് നമ്മൾ പ്രോഗ്രാം റൺ ചെയ്ത് വരുമ്പോൾ. അപ്പൊ പ്രിന്റ് എഫിൽ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് പറഞ്ഞു. ഇനി സ്കാൻഎഫിൽ എന്ത് ചെയ്യാണ്, സ്കാൻഎഫ് അതായത് യൂസർ എടുത്തുനിന്ന് 2 വാല്യൂ മേടിക്കണമല്ലോ.
അപ്പോൾ സ്കാൻഎഫിൽ ഡബിൾ കോഡ്സിനകത്ത് പെർസെൻറ്റേജ് ഡി ഒന്ന് മാത്രം പോരാ, 2% ഡി വേണം. കാരണം എന്താ വെച്ചാൽ 2 വാല്യൂസ് ആണല്ലോ വാങ്ങിക്കുന്നത്, അതായത് എന്റെ വാല്യൂ ബിന്റെ വാല്യൂ. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, കോമ ഇടുക, ഡബിൾ കോഡ്സിന് ശേഷം കോമ ഇടുക ബ്രാക്കറ്റിനകത്ത്. എന്നിട്ട് ആംപർസെൻഡിൽ എനെ കോൾ ചെയ്യുക, കോമ ആംപർസെൻഡിൽ ബിനെ കോൾ ചെയ്യുക. അപ്പൊ അതെന്തിനാന്ന് വെച്ചാൽ ഈ ഒരു 2 പേരെ നമ്മൾ എന്ത് ചെയ്യാണ് ഇവിടെ കോൾ ചെയ്താണ്. ഈ 2 പേരെ കൂട്ടിയിട്ടുള്ള സമ്മാണ് നമുക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് ചെയ്ത് കാണിക്കാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, സെമി കോളനിട്ട് ക്ലോസ് ചെയ്യാം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ആ കണ്ടീഷൻ എഴുതുകയാണ്. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ എസ് ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, സെമി കോളനിട്ട് ക്ലോസ് ചെയ്തു. എന്നിട്ട് താഴെ ഞാൻ വീണ്ടും പ്രിന്റ് ചെയ്യണം, നമുക്ക് ആൻസർ പ്രിന്റ് ചെയ്യണം. അപ്പോൾ printf ഡബിൾ കോഡ്സിനകത്ത് ആൻസർ ഈസ് പെർസെൻറ്റേജ് ഡി. ഇവിടെ ഒരു പെർസെൻറ്റേജ് ഡി മാത്രമേ കൊടുക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ വാല്യൂ സം ചെയ്ത് വരുമ്പോൾ ഒരു ഒറ്റ വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരൊറ്റ പെർസെൻറ്റേജ് ഡി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, കോമ ഇടുക. എന്നിട്ട് നമ്മൾ ഈ ഇവിടെ ആൻസർ പ്രിന്റ് ചെയ്യുന്നത് എസ് ആണല്ലോ പ്രിന്റ് ചെയ്യുന്നത്, അതായത് എസിന്റെ അകത്താണ് എ പ്ലസ് ബി കൊടുത്തിട്ടുള്ളത്. അപ്പൊ എസിനെ കോൾ ചെയ്യാം. അപ്പൊ ഇവിടെ ആംപർസെന്റ് വേണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, സെമി കോളനിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുക. പ്രൊജക്ട് ബിൽഡ് ചെയ്യണമെന്നില്ല. ചിലപ്പോൾ ഇവിടെ ഇതുപോലെ കൺസോൾ ബ്ലാങ്ക് ആയിട്ട് കാണാം. അങ്ങനെ ബ്ലാങ്ക് ആയിട്ട് കാണുന്നുണ്ട് എങ്കിൽ ജസ്റ്റ് മുകളിൽ സെറ്റ് ബഫ് std ഔട്ട് നൾ എന്ന് കൊടുക്കുക, നൾ ക്യാപിറ്റലിൽ കൊടുക്കുക. എന്നിട്ട് വീണ്ടും പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യുക. അപ്പൊ എൻ്റർ 2 നമ്പേഴ്സ് എന്ന് വന്നിട്ടുണ്ട്. ഇവിടെ നമ്പർ അടുത്താണ് എൻ്റർ ചെയ്യുമ്പോൾ വരുന്നത്, അതൊന്ന് സ്പേസ് ഇട്ട് കുറച്ച് നീക്കുക. അപ്പോൾ പ്രിന്റ്എഫിൽ എന്ത് ചെയ്യുക, എൻ്റർ 2 നമ്പേഴ്സ് എന്നുള്ളിടത്ത് ഡബിൾ കോഡ്സിനകത്ത് ഒരു സ്പേസ് കൊടുക്കുക. എന്നിട്ട് പ്രോഗ്രാം വീണ്ടും ഒന്ന് റൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ റൺ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ, അതായത് ഓൾറെഡി പ്രൊജക്ട് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിലും റൺ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നമ്മൾ റൺ എടുക്കുമ്പോൾ ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി ഈ സിമ്പലിൽ. അപ്പൊ ഞാനിവിടെ 2 വാല്യൂസ് ടൈപ്പ് ചെയ്യാണ്, 5 അതുപോലെ തന്നെ 6. അപ്പൊ എന്ത് കിട്ടി, നമുക്ക് ആൻസർ 11 എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ നമ്മളാണ് എന്ത് ചെയ്ത് വാല്യൂസ് ടൈപ്പ് ചെയ്തത്. നേരത്തെ നമ്മൾ എന്താ ചെയ്തത്, ഇവിടെ വാല്യൂസ് പ്രോഗ്രാമിങ്ങിനകത്ത് വാല്യൂസ് കൊടുത്തിട്ട് നമുക്ക് സിസ്റ്റം വാല്യൂസിന്റെ ആൻസർ തരികയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാണ് സ്കാൻഎഫ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഇതിനോട് കൂടെ നിങ്ങൾക്കൊരു ചെറിയ അസൈൻമെന്റ് തരികയാണ്. ഇപ്പൊ നമ്മൾ ചെയ്തത് സം ആണല്ലോ, ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത് സബ്ട്രാക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് പകരം സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ മൈനസ് കൊടുത്താൽ മതി. അപ്പോൾ അതിന്റെ ആൻസർ ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. ഇതിന് കൂടെ ഒരു അസൈൻമെന്റ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. അപ്പൊ നമ്മൾ സബ്ട്രാക്ട് ചെയ്യേണ്ട കാര്യം പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വാല്യൂസിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതിനായിട്ട് ഒരു ഹിന്റ് ഞാൻ തരാം. മൾട്ടിപ്ലിക്കേഷന്റെ സിമ്പിൾ എന്ന് പറയുന്നത് നിങ്ങൾ 8ൽ ഷിഫ്റ്റ് പ്രസ് ചെയ്താൽ സ്റ്റാർ എന്നുള്ള ഒരു സിമ്പിൾ കിട്ടും. അതാണ് മൾട്ടിപ്ലിക്കേഷന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഈ ഇൻറ്റീജർ വെച്ചിട്ട് ഇൻറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു പ്രോഗ്രാമും കൂടി ചെയ്യാണ്. നേരത്തെ നിങ്ങൾക്ക് ഞാൻ 2 അസൈൻമെന്റ് തന്നു. ഇനി വേറെ പ്രോഗ്രാം എന്താ വെച്ചാൽ നമ്മൾ റിമൈൻഡർ കാണാം. അതായത് നമ്മളിപ്പോ 5/2 എന്ന് വെച്ചാൽ അതിൽ റിമൈൻഡർ വരിക 1 ആണ്. അതുപോലെ തന്നെ 5/3 റിമൈൻഡർ വരിക 2 ആണ്. അതായത് ഒരു സംഖ്യനെ മറ്റൊരു സംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ ചില സംഖ്യയിൽ മുഴുവനായിട്ട് പോകാതെ വരുമ്പോൾ അതിൽ റിമൈൻഡർ വരും. അപ്പൊ ആ റിമൈൻഡറിന്റെ പ്രോഗ്രാമാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിനായിട്ട് ഞാൻ വീണ്ടും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ന്യൂ C++ പ്രൊജക്ട് സി മാനേജബിൾ റിമൈൻഡർ എന്ന് കൊടുക്കാം. റിമൈൻഡർ ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, നമ്മള് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്തു. ഇനി നമ്മൾ റിമൈൻഡർ കണ്ടുപിടിക്കുകയാണ്. അപ്പൊ റിമൈൻഡർ കണ്ടുപിടിക്കാൻ സാധാരണത്തെ എപ്പോഴും പറയാനുള്ള പോലെ #include stdio.h എന്നിട്ട് int main void
അപ്പോൾ ഫസ്റ്റ് ഞാൻ വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യാണ്, ഇൻറ്റിജറിലാണ് ഡിക്ലെയർ ചെയ്യുന്നത്, എ കോമ ബി കോമ സി സെമിക്കോളിനിട്ട് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ രണ്ട് വാല്യൂസ് അതിന്റെ റിമൈൻഡർ ആണല്ലോ കണ്ടത്, അപ്പോൾ രണ്ട് വാല്യൂസ് പ്രിന്റ് ചെയ്യാനായിട്ട് പറയാം. അപ്പോൾ പ്രിന്റ് ഓഫ് എൻ്റർ ടു വാല്യൂസ് രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അതിനുശേഷം സെമിക്കോളിനിട്ട് ക്ലോസ് ചെയ്തു. ഇനി സ്കാൻഎഫിൽ നമ്മൾ നേരത്തെ പറഞ്ഞ യൂസർ അടുത്തുനിന്ന് വാല്യൂ മേടിക്കുകയാണ്. അപ്പോൾ സ്കാൻഎഫിൽ രണ്ട് വാല്യൂസ് ആണ് നമ്മൾ ടൈപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഡബിൾ കോട്ട്സിനകത്ത് %d അതുപോലെ തന്നെ കോമ ഇട്ടിട്ട് ആംപർസെൻഡിൽ എ കോമ %b ഈ രണ്ട് വാല്യൂ കൂട്ടിച്ചേർത്താലാണല്ലോ റിമൈൻഡർ കിട്ടുക. എന്നിട്ട് സെമിക്കോളിനിട്ട് ക്ലോസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ കണ്ടീഷൻ എഴുതുക. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ s ഈസ് ഈക്വൽ ടു എ %b സെമിക്കോളിനിട്ട് ക്ലോസ് ചെയ്യുക. ഇനി പ്രിന്റ് എഫിൽ റിസൾട്ട് കൊടുക്കണ്ട നമുക്ക് യൂസർക്ക്. അപ്പോൾ റിസൾട്ട് യൂസർ തന്നെ നിങ്ങളിത് കാണുന്ന ആൾ. ഇപ്പോൾ കാൽക്കുലേറ്റർ ആണെങ്കിൽ നിങ്ങൾ ഈക്വൽ ടു അടിച്ചതിന് ശേഷം നിങ്ങൾക്കാണല്ലോ അതിന്റെ റിസൾട്ട് കിട്ടുക. അതാണ് പ്രിന്റ് എഫിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രിന്റ് എഫിൽ ഞാൻ ആൻസർ ഈസ് %d ആൻസറാ കൊടുക്കുന്നത്, ലാസ്റ്റ് ഡിക്ലെയർ ചെയ്ത ഈ ഒരു എസിന്റെ ആൻസർ ആണ് നമ്മൾ കൊടുക്കുന്നത്, എസ്. അപ്പോൾ ആ എസ് കോമ ഇട്ടിട്ട് ആംപർസെന്റ് ഇല്ലാതെ കോമ ഇട്ടിട്ട് എസ് ടൈപ്പ് ചെയ്യും. എന്നിട്ട് സെമിക്കോളിനിട്ട് ക്ലോസ് ചെയ്യുക. പ്രൊജക്ട് ബിൽഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ പ്രൊജക്ട് ബിൽഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഫയലിൽ ബിൽഡ് പ്രൊജക്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീണ്ടും റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൺ ആസ് ലോക്കൽ C++ പ്രൊജക്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്ലാങ്ക് വരുന്നുണ്ടെങ്കിൽ നമ്മളൊരു കോഡ് എക്സ്ട്രാ ടൈപ്പ് ചെയ്യുക, സെറ്റ് ബഫ് std ഔട്ട് കോമ നള്ള് സെമിക്കോളിനിട്ട് ക്ലോസ് ചെയ്യുക. വീണ്ടും പ്രോഗ്രാം റൺ ചെയ്യും. അപ്പോൾ എൻ്റർ ടു വാല്യൂസ് രണ്ട് വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 10/6 അപ്പോൾ ആൻസർ ഈസ് 4. അതായത് 10ൽ എത്ര പ്രാവശ്യം 6 പോകും? ഒരു പ്രാവശ്യം. അതിൽ ആ ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര വരിക? 4 വരിക. അപ്പൊ 4 ഇവിടെ ആൻസർ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് A%B പെർസെൻറ്റേജിൽ, അതായത് എത്ര റിമൈൻഡർ ഉണ്ട് എന്ന് ഡിനോട്ട് ചെയ്യുന്നതാണ് ഈ പെർസെൻറ്റേജ് എന്നുള്ളത്, ഈ ഒരു പ്രോഗ്രാം. അപ്പൊ ഇൻഡ് വെച്ചിട്ടുള്ള കുറച്ച് പ്രോഗ്രാം രണ്ട് പ്രോഗ്രാം നമ്മൾ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഞാൻ അസൈൻമെന്റ് തന്ന പ്രോഗ്രാം നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യുക. അതിന്റെ ആൻസർ നമ്മൾ അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫ്ലോട്ട് വെച്ചിട്ട് നമ്മളെങ്ങനെ പ്രോഗ്രാം ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻഡ് വെച്ചിട്ടാണ് ചെയ്തത്. അതുപോലെ തന്നെ %d ഫ്ലോട്ട് %f വെച്ചിട്ട് അതെന്തിനാണ്, ഏത് കേസിലൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ പ്രോഗ്രാം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ വീണ്ടും ഞാനൊരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യാണ്. വേണമെങ്കിൽ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെയും ചെയ്യാം, C or C++ പ്രൊജക്റ്റ്, C മാനേജ് ബിൽഡ്, നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ ഇനി ഡിവിഷൻ ആണ് ഞാൻ ചെയ്യുന്നത്, ഫിനിഷ് കൊടുക്കുക. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ #include std io.h lib.h എന്നും അങ്ങനെയും കൊടുക്കാറുണ്ട്. അതാണ് ഈ പ്രോഗ്രാമിംഗ് പല വിധത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പ്രോഗ്രാം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ വോയിഡ് ബ്രാക്കറ്റിനകത്ത് വോയിഡ്, അതുപോലെ തന്നെ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് നമ്മൾ ഇപ്പോൾ ഇൻഡ് വെച്ചിട്ടാണ് നേരത്തെ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഇനി ഫ്ലോട്ട് വെച്ചിട്ട് ഡിക്ലെയർ ചെയ്യാണ്. ഫ്ലോട്ട് 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാണ്, A, B, C. എന്നിട്ട് പ്രിന്റ് എഫിൽ എന്ത് ചെയ്യാണ്, രണ്ട് വാല്യൂ എൻ്റർ ചെയ്യാൻ പറയാണ്. പ്രിന്റ് എഫ് എൻ്റർ ടു വാല്യൂസ്. എന്നിട്ട് നമ്മൾ സ്കാൻഎഫിൽ യൂസറിന്റെ കയ്യിൽ നിന്ന് വാല്യൂ മേടിക്കുകയാണ്. അപ്പോൾ സ്കാൻഎഫിൽ %d രണ്ട് വാല്യൂസ് ആണ് വാങ്ങിക്കുന്നത്. സോറി, ഡബിൾ കോട്ട്സിന്റെ അകത്ത് %d രണ്ട് വാല്യൂസ് ആണ് നമ്മൾ യൂസർ അടുത്ത് നിന്ന് വാങ്ങിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ട് വാല്യൂ ആയിട്ട് %d. സോറി, അതിലൊരു മിസ്റ്റേക്ക് വന്നു. %d അല്ല, %f ആണ്. സോറി, %f. അപ്പോൾ ഈ ഫ്ലോട്ടിന് യൂസ് ചെയ്യാൻ നമ്മൾ %f ആണ്, %d അല്ല. ഇങ്ങനെയൊക്കെ ഓരോ മിസ്റ്റേക്ക് വരുമ്പോഴാണ് നമ്മൾ
യഥാർത്ഥത്തിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ പെർസെൻറ്റേജ് എഫ് അതുപോലെ തന്നെ കോമ ആംബർസെൻഡിൽ ആ രണ്ട് പേരെ വിളിച്ചു, ആംബർസെൻഡ് എ കോമ ആംബർസെൻഡ് ബി. എന്നിട്ട് ഞാൻ സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ കണ്ടീഷൻ എഴുതണം. കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡിവിഷൻ ആണ്. അപ്പോൾ സി ഇസ് ഈക്വൽ ടു എ ബൈ ബി സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും യൂസർക്ക് ആൻസർ പ്രിന്റ് ചെയ്യണം. അപ്പോൾ പ്രിന്റ്എഫിനകത്ത് ആൻസർ ഈസ് പെർസെൻറ്റേജ് എഫ് ആണ് ആൻസർ. ആൻസറിനെ ആംബർസെൻഡ് അല്ലാതെ നമ്മൾ കോൾ ചെയ്യാണ് സി. ഈ സീനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? പ്രിന്റ് ചെയ്യുക. ഈ സി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവർ രണ്ടുപേരുമാണ്. അപ്പൊ ആ സീനെയാണ് ലാസ്റ്റ് പ്രിന്റ് ചെയ്യുക. അതാണ് ഇവിടെ സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ വേറെ തന്നെ ആൻസറിൽ പ്രിന്റ് ചെയ്യാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ പ്രൊജക്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം. ബിൽഡ് ചെയ്യാനായിട്ട് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ബിൽഡ് പ്രൊജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എറേഴ്സ് ഒന്നും ഇല്ലാതെ ബിൽഡ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി റണ്ണേഴ്സ് എന്നുള്ളത് കൊടുക്കുക, ലോക്കൽ C++ ആപ്ലിക്കേഷൻ. എറർ എക്സിസ്റ്റ്. സോറി ഇവിടെ ഒരു ചെറിയ എറർ ഉണ്ട്. പ്രിന്റ് എഫ് ഇടാൻ മറന്നുപോയി. പ്രിന്റ് എഫ്. ഓക്കെ. അപ്പൊ നമ്മൾ വീണ്ടും ഈ പ്രോഗ്രാം റൺ ചെയ്യാണ്. ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എപ്പോഴും പറയുന്ന കാര്യമാണ് സെറ്റ് ബഫ് std out കോമ നൾ. സെമിക്കോളനിട്ട് ക്ലോസ് ചെയ്യുക, പ്രോഗ്രാം റൺ ചെയ്യുക. അപ്പൊ 2 വാല്യൂസ് എൻ്റർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ 2 വാല്യൂ എൻ്റർ ചെയ്യാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ 4/6. അപ്പോൾ ആൻസർ 0.66 ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫ്ലോട്ട് വാല്യൂ ആണ്, അതായത് ഇത് പോയിന്റ് വാല്യൂ വരിക. കാരണം എന്താ വെച്ചാൽ നമ്മൾ 4/6 ചെയ്യുമ്പോൾ പോയിന്റ് വാല്യൂ നമുക്ക് കിട്ടുക. അപ്പൊ ഇതിന് പകരം നമ്മളിവിടെ ഇന്റ് ആണ് കൊടുത്തിട്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 1 ആണെന്ന് കിട്ടുക. നമുക്ക് വേണമെങ്കിൽ ഇന്റ് കൊടുത്ത് നോക്കാം. ഫ്ലോട്ടിന് പകരം ഇന്റ് കൊടുക്കാം ഡിവിഷനിൽ. പെർസെൻറ്റേജ് ഡി. ഓക്കെ. ഇന്റീജർ കൊടുത്തിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക നമുക്ക്. അപ്പൊ ഇന്റീജർ കൊടുത്ത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും 4/5 കൊടുക്കുക. അപ്പൊ ആൻസർ 0. കാരണം എന്താ വെച്ചാൽ 4ൽ 5 പോകില്ല. അതുകൊണ്ട് ആൻസർ 0. പോയിന്റ് ആയിട്ടുള്ള വാല്യൂ കാണിക്കാൻ എന്ത് ചെയ്യുന്നില്ല, കമ്പ്യൂട്ടറിന് കഴിയുന്നില്ല. കാരണം ആസ് എ ഡെവലപ്പർ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഞാൻ കൊടുത്തിട്ടത് ഇന്റീജർ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ കേസിൽ ഫ്ലോട്ടിംഗ് വാല്യൂ യൂസ് ചെയ്യുന്നത്. അതായത് ഏത് ഒരു പോയിന്റ് വരുന്ന ഏതൊരു ഓപ്പറേഷനിലും നമ്മൾ എന്ത് ചെയ്യുക? ഫ്ലോട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ ആവറേജ് കാണുകയാണെങ്കിലും ഇത് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇനി എന്താ ചെയ്യാം? ആവറേജ് കണ്ടുനോക്കാം. ഞാൻ ഇവിടെ വീണ്ടും ഫ്ലോട്ട് എന്നാക്കുകയാണ്, പെർസെൻറ്റേജ് എഫ് ആക്കുകയാണ്, അതുപോലെ തന്നെ പെർസെൻറ്റേജ് എഫ് ആക്കുകയാണ്. അപ്പൊ നമ്മൾ 3 വാല്യൂസിന്റെ ആവറേജ് ആണ് കാണുന്നത്. അപ്പൊ ഞാൻ ഒരു വാല്യൂ കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാണ്, എ ബി ഡി. അപ്പോ അതെങ്ങനെയാന്ന് വെച്ചാല് സിമ്പിൾ ആണ്. സെയിം ഇവിടെ നമ്മള് യൂസർ കയ്യിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാന്ന് 3 വാല്യൂ മേടിക്കണം. അപ്പൊ ഇവിടെ പെർസെൻറ്റേജ് ഡി നമ്മൾ എക്സ്ട്രാ ആംബർസെൻഡ് ഡി നമ്മൾ എക്സ്ട്രാ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ആംബർസെൻഡ് ഡി നമ്മൾ 3 വാല്യൂസ് ആണ് മേടിക്കുന്നത്. പിന്നെ സി ഇസ് ഈക്വൽ ടു കണ്ടീഷൻ ഇവിടെ എഴുതണം. കണ്ടീഷന് ബ്രാക്കറ്റിനകത്ത് നമ്മൾ ആവറേജ് കാണുകയാണല്ലോ. അപ്പോൾ കണ്ടീഷൻ ബ്രാക്കറ്റിനകത്ത് എ പ്ലസ് ബി പ്ലസ് ഡി പിന്നെ ബൈ 3 അതുപോലെ തന്നെ പ്രിന്റ്. ഓക്കെ. ആൻസർ ഈസ് പെർസെൻറ്റേജ് എഫ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്യാം. അപ്പോൾ എൻ്റർ 2 വാല്യൂസ് പറഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ പ്രിന്റ് എഫിൽ ജസ്റ്റ് ചേഞ്ച് ചെയ്യാണ്. എൻ്റർ 3 വാല്യൂസ്. അവർ 3 വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം കൂടി എക്സ്ട്രാ ആഡ് ചെയ്യാണ്ട്, നമ്മളിപ്പോൾ 2 പെർസെൻറ്റേജ് എഫ് ആണ് ഇവിടെ ആഡ് ചെയ്തത്. നമ്മൾ 3 വാല്യൂസ് യൂസറെ കയ്യിൽ നിന്ന് 3 വാല്യൂസ് വാങ്ങുന്നുണ്ട്. നമ്മളത് പെർസെൻറ്റേജ് എഫ് 3 പ്രാവശ്യം, എന്നിട്ട് പ്രോഗ്രാം റൺ ചെയ്യാം. അപ്പോൾ 3 വാല്യൂസ് എൻ്റർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ 23, 54,
65. അപ്പോൾ ആൻസർ നമുക്ക് 47.33 നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഫ്ലോട്ട് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്ത് നമ്മൾ ഒരു പ്രോഗ്രാം ചെയ്തു. അപ്പോൾ ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാനൊരു അസൈൻമെന്റ് തരികയാണ്. അസൈൻമെന്റ് എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കേസിൽ ബേസിക് മാത്തമാറ്റിക്സിൽ പറഞ്ഞ പോലെ ഒരു സർക്കിളിന്റെ ഏരിയ കാണുക, അതുപോലെ തന്നെ പിന്നെ റെക്ടാങ്കിളിന്റെ ഏരിയ കാണുക, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോഗ്രാമിങ്ങിൽ യൂസ് ചെയ്തിട്ട് അത് ചെയ്യുക, ഫ്ലോട്ട് വാല്യൂ കൊടുത്തിട്ട്. അപ്പോൾ അതിന്റെ ഹിന്റ് എന്താന്ന് വെച്ചാൽ അതിന്റെ ഇക്വേഷന് ഈ സി ഈസ് ഈക്വൽ ടു എന്നുള്ള ഭാഗത്ത് നിങ്ങൾ എത്ര വേരിയബിൾ ആണോ അതിന് ഡിക്ലെയർ ചെയ്യേണ്ടത് അത് ഡിക്ലെയർ ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോഗ്രാം ചെയ്ത് നോക്കുക. നമ്മൾ എന്തായാലും അതിന്റെ ആൻസർ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ അസൈൻമെന്റ് ആയിട്ട് തരുന്നത് രണ്ട് അസൈൻമെന്റ് ആണ്. ഒന്ന് റെക്ടാങ്കിളിന്റെ ഏരിയയും കാണുക, അതുപോലെ തന്നെ സർക്കിളിന്റെ ഏരിയയും കാണുക. ഈ ഫ്ലോട്ടിംഗ് വാല്യൂ വെച്ചിട്ട് ഫ്ലോട്ട് അഥവാ പെർസെൻറ്റേജ് എഫ് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പ്രോഗ്രാം ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി ഒരു ഡാറ്റ ടൈപ്പും കൂടിയാണ് നമുക്ക് എക്സ്ട്രാ പഠിക്കാനുള്ളത്, ക്യാരക്ടർ. ഇനിയും ഇതിൽ കുറേ ഡാറ്റ ടൈപ്പ് ഉണ്ട്. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇത് മാത്രമേ ഉള്ളൂ, കാരണം ഇത് തന്നെ ചിലപ്പോൾ കുറേ ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമ്മൾ ക്യാരക്ടർ വെച്ചിട്ടുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാണ്. ഫയല് ന്യൂ C പ്രോജക്റ്റ് സി മാനേജർ ബിൽഡ് നെക്സ്റ്റ്. അപ്പോൾ ഇനി ക്യാരക്ടർ ഹലോ വേൾഡ് NCC പ്രോജക്റ്റ് GW ഫിനിഷ്. അപ്പോൾ ഞാൻ ഇവിടെ ഇൻറ്റ് മെയിൻ വോയിഡ് ഞാൻ കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് ഞാൻ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാണ് ക്യാർ. ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മളൊരു വേർഡ് ആയിട്ടാണ് ഡിക്ലെയർ ചെയ്യുന്നത്. അതായത് CH ക്യാരക്ടറിന്റെ CH എന്ന് കൊടുക്കാം, ഈസ് ഈക്വൽ ടു സിംഗിൾ കോഡ്സിനകത്ത് വാല്യൂ പ്രിന്റ് ചെയ്യുക B, സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക, എന്നിട്ട് പ്രിന്റ് എഫിൽ ഡബിൾ കോഡ്സിനകത്ത് യു എൻറ്റേർഡ് ഡബിൾ കോഡ്സിനകത്ത് ക്യാരക്ടറീസ് B. ഇത് നമ്മൾ യൂസർ അടുത്തുനിന്ന് വാല്യൂ മേടിക്കാതെയാണ് ചെയ്യുന്നത്. ഇനി യൂസർ അടുത്തുനിന്ന് വാല്യൂ മേടിച്ചിട്ടുള്ള പ്രോഗ്രാം ഞാൻ നിങ്ങൾക്ക് അസൈൻമെന്റ് ആയിട്ട് തരികയാണ്. നമ്മൾ അടുത്ത വീഡിയോയിൽ അതിന്റെ ആൻസർ നമ്മൾ കാണിക്കുന്നതാണ്. അപ്പോൾ ക്യാരക്ടറീസ് പെർസെൻറ്റേജ് C എന്നിട്ട് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്യുക, റിട്ടേൺ 0. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ പ്രോഗ്രാം ഒന്ന് റൺ ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് പ്രൊജക്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യുക, ബിൽഡ് പ്രൊജക്റ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക, പ്രൊജക്റ്റ് റൺ ആസ് C എന്നുള്ള പ്രൊജക്റ്റ് റൺ ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാം ക്യാരക്ടറീസ് P. സോറി നമ്മളൊരു കാര്യം കൂടി ഇവിടെ മറന്നു പോയിട്ടുണ്ട്. കോമ ഇട്ടിട്ട് ആ CHനെ വീണ്ടും ഒന്ന് കോൾ ചെയ്യണം, എന്നിട്ട് ഒന്ന് റൺ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും, ക്യാരക്ടർ B നിന്ന് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ പ്രിന്റ് ആവും. അപ്പോൾ ഇതിന്റെ യൂസറെ കയ്യിൽ നിന്ന് വാല്യൂ മേടിച്ചിട്ടുള്ള പ്രോഗ്രാം